പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ. ഈ ചാനൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കുക. ആദ്യമായി കേട്ടു തുടങ്ങുന്നവർ ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള അധ്യായങ്ങൾ കേട്ടുവരാൻ അഭ്യസിക്കുന്നു. നിങ്ങളെവിടെയും പ്രാർത്ഥന നിർഭരമായ സഹകരണം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സംഖ്യാപുസ്തകം 6-ാം അധ്യായം. നാസിർ വ്രതം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, കർത്താവിന് സ്വയം സമർപ്പിക്കുന്നതിന് നാസിർ വ്രതം എടുക്കുന്ന ഇയാൾ സ്ത്രീയായാലും പുരുഷനായാലും ഇപ്രകാരം ചെയ്യണം. വീഞ്ഞും ശക്തിയുള്ള ലഹരി പാനീയങ്ങളും വർജിക്കണം. അവയിൽ നിന്നുണ്ടാക്കിയ വിനാഗിരി കുടിക്കരുത്. മുന്തിരിയിൽ നിന്നുണ്ടാക്കിയ ഏതെങ്കിലും പാനീയം കുടിക്കുകയോ പഴുത്തതോ ഉണങ്ങിയതോ ആയ മുന്തിരിങ്ങ തിന്നുകയോ അരുത്. വ്രതകാലം മുഴുവൻ മുന്തിരിയിൽ നിന്നുള്ള ഒന്നും കുരുവോ തൊലിയോ പോലുമോ തിന്നരുത്. ക്ഷൗരക്കത്തി വ്രതകാലത്ത് അവന്റെ തലയിൽ സ്പർശിക്കരുത്. കർത്താവിന്റെ മുൻപിൽ വ്രതമനുഷ്ഠിക്കുന്ന കാലമത്രയും വിശുദ്ധി പാലിക്കണം. മുടി വളർത്തണം. വ്രതകാലം തീരുവോളം ശവശരീരത്തെ സമീപിക്കരുത്. പിതാവോ മാതാവോ സഹോദരിയോ സഹോദരനോ മരിച്ചാൽ പോലും അവരെ സ്പർശിച്ച് അവൻ സ്വയം അശുദ്ധനാകരുത്. എന്തെന്നാൽ ദൈവത്തിന്റെ മുമ്പിലെടുത്ത വ്രതത്തിന്റെ ചിഹ്നം അവന്റെ ശിരസിലുണ്ട്. വ്രതകാലം മുഴുവൻ അവൻ കർത്താവിന് വിശുദ്ധനാണ്. ആരെങ്കിലും അവന്റെ അടുത്ത് വെച്ച് പെട്ടെന്ന് മരിച്ചതുകൊണ്ട് അവന്റെ ശുദ്ധമായ ശിരസ് അശുദ്ധമാകിയാൽ ശുദ്ധീകരണ ദിനത്തിൽ അവൻ മുണ്ഡനം ചെയ്യണം. 7-ാം ദിവസമാണ് അങ്ങനെ ചെയ്യേണ്ടത്. 8-ാം ദിവസം 2 ചെങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പുരോഹിതന്റെ അടുക്കൽ സമാഗമ കൂടാര വാതിൽക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അവയിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹന ബലിയായും അർപ്പിച്ച് മൃതശരീരം മൂലം ഉണ്ടായ അശുദ്ധിക്ക് പരിഹാരം ചെയ്യണം. അന്നു തന്നെ അവൻ തന്റെ ശിരസ് വീണ്ടും പ്രതിഷ്ഠിക്കുകയും വേണം. വ്രതകാലം മുഴുവൻ തന്നെ കർത്താവിനെ പ്രതിഷ്ഠിക്കണം. അതോടൊപ്പം 1 വയസ്സുള്ള ചെമ്മരിയാട്ടിൻകുട്ടനെ പ്രായശ്ചിത്ത ബലിയായി അർപ്പിക്കണം. അശുദ്ധമായി പോയത് കൊണ്ട് മുൻ ദിവസങ്ങളിൽ അനുഷ്ഠിച്ച വ്രതം വ്യർത്ഥമായിരിക്കും. നാസിർ വ്രതം മുഴുവിച്ചവരെ സംബന്ധിക്കുന്ന നിയമം ഇതാണ്. സമാഗമ കൂടാരവാതിൽക്കൽ അവനെ കൊണ്ടുവരണം. അവൻ 1 വയസ്സുള്ള ഊനമറ്റ ചെമ്മരിയാടിൻകൂട്ടനെ ദഹനബലിയായും 1 വയസ്സുള്ള ഊനമറ്റ പെണ്ണാടിനെ പാപപരിഹാര ബലിയായും ഊനമറ്റ ഒരു മുട്ടാടിനെ സമാധാന ബലിയായും കർത്താവിന് സമർപ്പിക്കണം. പൊളിപ്പില്ലാത്ത ഒരു കുട്ട അപ്പം, നേർത്ത മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ അടകൾ,
എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം, അവയ്ക്ക് ചേർന്ന ധാന്യബലി, പാനീയബലി എന്നിവയും കർത്താവിന് കാഴ്ചവെക്കണം. പുരോഹിതൻ അവയെ കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്ന് വ്രതത്തിനുള്ള പാപപരിഹാര ബലിയും ദഹനബലിയുമായി സമർപ്പിക്കണം. മുട്ടാടിനെ കുട്ടയിലെ പുളിപ്പില്ലാത്ത അപ്പത്തോടൊന്നിച്ച് സമാധാന ബലിയായി കർത്താവിന് സമർപ്പിക്കണം. ഭോജനബലിയും പാനീയ ബലിയും അർപ്പിക്കണം. നാസീർ വ്രതശുദ്ധമായ ശിരസ് സമാഗമ കൂടാതെ വാതിൽക്കൽ വെച്ച് മുണ്ടനം ചെയ്ത് അതിൽ നിന്നും മുടിയെടുത്ത് സമാധാന ബലിയുടെ തീയിൽ അർപ്പിക്കണം. അത് കഴിയുമ്പോൾ പുരോഹിതൻ മുട്ടാടിന്റെ വേവിച്ച കൈക്കുറകും കുട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരടയും നേർത്ത അപ്പവും എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കണം. പുരോഹിതൻ അവയെ കർത്താവിന് നീരാജനമായി അർപ്പിക്കണം. അവയും നീരാജനം ചെയ്ത് നെഞ്ചും അർപ്പിച്ച കാൽക്കുറുകും പുരോഹിതനുള്ള വിശുദ്ധമായ പങ്കാണ്. ഇവയ്ക്ക് ശേഷം നാസീർ വ്രതസ്ഥന് വീഞ്ഞു കുടിക്കാം. ഇതാണ് നാസീർ വ്രതസ്ഥൻ അനുഷ്ഠിക്കേണ്ട നിയമം. തന്റെ കഴിവനുസരിച്ച് നൽകുന്നതിനു പുറമെ നാസീർ വ്രതത്തിന്റെ നിയമപ്രകാരമുള്ള കാഴ്ചകളും അവൻ കർത്താവിന് സമർപ്പിക്കണം. താൻ എടുത്തിരിക്കുന്ന നാസീർ വ്രതത്തിന്റെ നിയമങ്ങൾ അവൻ നിറവേറ്റണം. പുരോഹിതന്റെ ആശീർവാദം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹറോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി.